അത് ഉള്ളിലാണല്ലേ ശരിക്കും ഹരീഷിന്റെയൊക്കെ ശരീരത്തിൽ എവിടെയൊക്കെ കാണാല്ലേ മസിൽ മെമ്മറി എന്നൊക്കെ പറയുമ്പോൾ മസിൽ മെമ്മറി ആബ്സല്യൂട്ട്ലി. അതൊരു പിന്നെ ആ കാലഘട്ടവും കൂടി അല്ലേ നമ്മളുടെയൊക്കെ ചെറുപ്പം എന്ന് വെച്ചാൽ എനിക്ക് ഈ പുഴയും കടന്നു വരുമ്പോൾ എനിക്ക് എന്താ പ്രായം ഒരു 97 കണ്ടില്ലേ ആ സിനിമ. 97 98 ആണ് ആ സിനിമ. എനിക്ക് 18-17 വയസ്സ്. നമ്മളുടെ മൈൻഡിലുള്ള ഒരു കൗമാരം കഴിഞ്ഞൊരു യൗവനത്തിലേക്ക് പോകുന്ന പീരീഡ്, നമ്മളുടെ പ്രണയം അല്ലെങ്കിൽ നമ്മളുടെ അതും പോരാത്തതിന് എൻ്റെ നാട്ടിൻ്റെ ഒരുപാട് വിഷ്വൽസ് ഉള്ള സിനിമ. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലെ വിഷ്വൽസ് ആണ് ആ സിനിമയുടെ ഭൂരിപക്ഷെ. കമൽ സാറിൻ്റെ ഒരുപാട് പടങ്ങളിൽ ഞങ്ങളുടെ നാടിൻ്റെ വിഷ്വൽസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ എത്ര പാരാമീറ്റേഴ്സ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പാട്ടൊന്നും നമ്മളെ വിട്ടു പോവുകയില്ല, അങ്ങനെ നിലനിന്ന് പോവുകയുള്ളൂ. ഇനി രംഗപുര വിഹാര, കാരണം ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്തതും എക്സിസ്റ്റ് ചെയ്യിപ്പിച്ചതും ആദ്യം അതിനകത്തായിരുന്നു. ഇതിലേക്കൊക്കെ മാറുന്നതിന് മുമ്പും മാറിയതിന് ശേഷമൊക്കെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യുന്നതാണ് ഒരു പരിപാടിയായിരുന്നു അത്. അതൊന്ന് പാടിയിട്ട് അവിടെ തൊട്ട് തുടങ്ങാം നമുക്ക്. ഓ പിന്നെന്താ. രംഗപുര വിഹാര ശ്രീരംഗപുര വിഹാര ജയ കോദണ്ഡ രാമാവതാര രഘുവീര ശ്രീ രംഗപുര മ്യൂസിക് മോജോയുടെ കാലഘട്ടത്തിലും ഈ കപ്പയുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ശരിക്കും ഇത്ര ഉറപ്പ് ആയിരുന്നില്ലായിരിക്കും നിങ്ങളൊക്കെ വർത്തമാനം പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമാണ്, എമർജ് ചെയ്ത് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ വർത്തമാനത്തെയൊക്കെ കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഒരുപാട് പിള്ളേരുണ്ട് ഇപ്പോൾ, ബേബി ജി, വേടൻ, ഡബ്സി, അങ്ങനെ ആ കളം അങ്ങ് നിറഞ്ഞു. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അപ്പോൾ നമ്മൾ മുമ്പേ നടന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ ഒരു പ്രൗഡില്ലേ അതിനകത്ത്. ഇതിൻ്റെ ഭാഗമാവാൻ പറ്റുക അതൊരു ഭയങ്കര ഇറ്റ്സ് എ തിങ്. കാരണം ഞങ്ങൾക്കൊക്കെ വയസ്സാവുമ്പോൾ ഇറ്റ് ഈസ് എ തിങ് ദാറ്റ് യു ക്യാൻ ടെൽ നമ്മളുടെ മക്കളോടോ അല്ലെങ്കിൽ മക്കളുടെ പ്രായമുള്ളവരോടൊക്കെ നമുക്ക് പറയാനുള്ള ഒരു നല്ല കഥയാണ് ഈ സ്വതന്ത്ര സംഗീതം. കേരളത്തിലെ സംഗീത മേഖല അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റി, അതിൻ്റെ ഒരു മീനിങ് ഫുൾ ഭാഗമാവാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ പറയും. അത് എന്തായി, എത്ര നല്ല പാട്ടുണ്ടാക്കിയെന്നോ എത്ര ഷോ വായിച്ചു എന്നുള്ളതല്ല, ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്നുള്ള ഒരു മെയിൻ സ്ട്രീം അല്ലാത്ത പാരലൽ സ്ട്രീം മ്യൂസിക്കിൻ്റെ ഒരു ഭാഗം ആയി അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് എൻ്റെ ലൈഫിൽ, എൻ്റെ മ്യൂസീഷ്യൻ എന്നുള്ള ലൈഫിൽ ഞാൻ ഏറ്റവും ഉയരത്തിൽ വെക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളെക്കാളും മുൻപ് വന്നവരെ കുറിച്ച് പറയാതെ ഞങ്ങളെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഓൾറെഡി ഉണ്ടായിരുന്ന മദജൈൻ, എവർഗ്രീൻ, 13 AD, കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. അതിനുശേഷം അവിയൽ, വീണ്ടും മദജൈൻ, ഒരു രണ്ടാം മക്തൂബ് എന്നുള്ള ആൽബം വരുന്ന സമയത്ത് ആ സമയം അറൗണ്ട് അകം, ജോബ് കുര്യൻ, തൈക്കുടം ബ്രിഡ്ജ്, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ തൈക്കുടം ബ്രിഡ്ജ്, മസാല കോഫി അറൗണ്ട് ദ സെയിം ടൈം. അത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ സിംഗർ സോങ് റൈറ്റർ സിറ്റുവേഷൻസ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയി. മറ്റേ അമൃതം ഗമയ, അല്ലെങ്കിൽ അതിനുശേഷം പിന്നീട് ഗൗരി ലക്ഷ്മി, മറ്റേ സുദീപ് പാൽനാടിൻ്റെ ബാൻഡ്, അങ്ങനെ പിന്നെ ഇപ്പോഴാ കറങ്ങിപ്പോൾ വേടൻ, ഡബ്സി, മറ്റേ പുതിയ കുറേ ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റ്, അങ്ങനെ ഒരു മെറ്റമോർഫോസിസ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഞങ്ങൾക്ക് മുമ്പ് പോയവരാണ് ഏറ്റവും സ്ട്രഗിൾ ചെയ്തത്. ഈ അന്ന് സിനിമാ സംഗീതത്തിൻ്റെ പുറത്തേക്ക് കേൾവി പോലും ഉണ്ടാവാത്തൊരു കാലം. ഈ കൊച്ചിയിലെ ചെറിയ പോക്കറ്റ്സിലും ചെറിയ ബാർസിലും ഒക്കെ ഈ വെസ്റ്റേൺ മ്യൂസിക് കേട്ടുള്ള ഒരു എക്സ്പോഷർ ഉള്ളവർക്ക് മാത്രം വേണ്ടി സംഗീതം അവതരിപ്പിക്കുന്ന ഒരു അപ്പോൾ ഞാനിപ്പം ബൈജു ചേട്ടനോടൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സൂരജ് മണി ചേട്ടനോട് സംസാരിക്കുമ്പോൾ ഒക്കെ അവർ കഥകളായിട്ട് ഇത് പറയും. അവർ തുടങ്ങിയ കാലത്തുള്ളത് ഒട്ടും ഓഡിയൻസ് ഇല്ലാത്തൊരു കാലഘട്ടത്താണ് ഒട്ടും ഓഡിയൻസേ ഇല്ല, മീഡിയംസ് ഇല്ല, യൂട്യൂബ് ഇല്ല, ഈ പറയുന്ന മ്യൂസിക് മോജോയോ ഗപ്പ ടിവിയോ മറ്റ് മീഡിയംസോ ഇല്ല. അവരാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ട്രെയിൽ ബ്ലേസിങ് മേവറിക്സ്. അവർ ചെയ്തത് ആ കാലഘട്ടത്തിൽ അവർ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് കുറച്ചും കൂടി മെയിൻ സ്ട്രീമായിട്ട് നോക്കുകയാണെങ്കിൽ ബാലു
ബാലഭാസ്കർ, റിമെമ്പറിങ് ഹിം, അദ്ദേഹം കുറച്ചിതിലേക്ക് പുള്ളി ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനെ എങ്ങനെയൊക്കെയോ മെയിൻ സ്ട്രീമായിട്ട് കണക്ട് ചെയ്ത് അതിനൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ നല്ലപോലെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ സമയം എത്തിയപ്പോഴത്തേക്കും യൂട്യൂബായി, മ്യൂസിക് വീഡിയോ എന്നുള്ളൊരു ഐഡിയയായി, ഷോസായി, കുറച്ചും കൂടിയും ഇൻ്റർനെറ്റ് ജനറേഷൻ പിള്ളേരായി. അപ്പം ഞങ്ങൾക്ക് പൊടിക്ക് എളുപ്പമായിരുന്നു. പക്ഷെ അപ്പോഴും ഒരു സിനിമാ മേഖല എന്നുള്ള ഒരു ഭീമൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് പ്രോഗ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ തുടങ്ങിയ സമയത്ത്. ഇപ്പോൾ ഞങ്ങൾ 18ാമത്തെ വർഷമാണ് അകം ഒരു ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നത്. ഐ ക്യാൻ ടെൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ഒരു പോയിന്റ് വരെ പോലും എത്തിയത്. പക്ഷേ ഇപ്പോൾ സിനിമാ സംഗീതം, ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്നുള്ള ഒരു വേർതിരിവിപ്പില്ല. ഇപ്പം ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ സുഷിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, സുഷിൻ എത്രത്തോളം സിനിമാ കമ്പോസറാണോ അത്രത്തോളം ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യനാണ്. സുഷിൻ്റെ ബാൻഡ് ഡൗൺ ട്രോഡൻസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ നിന്ന് വന്ന ഒരു മെറ്റൽ മ്യൂസിക് സ്പിയറിൽ നിന്ന് വന്ന ബാൻഡാണ് അദ്ദേഹത്തിൻ്റെത്. അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം മെയിൻ സ്ട്രീം മ്യൂസിക് അദ്ദേഹം ചെയ്യുന്നു. അതിലും രണ്ടിലും അദ്ദേഹം മാസീവായിട്ട് സക്സസ്ഫുൾ ആണ്. അപ്പോൾ ഇന്ന് ആ ലൈൻസ് ഷ്രിങ്കായി. ഇപ്പോൾ ഡബ്സി എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, അദ്ദേഹം സിനിമയിലും പാടുന്നുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടും പാടുന്നുണ്ട്. വേറെ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഹരിശങ്കറിനെ എടുത്താലും സൂര്യസന്തോഷിനെ എടുത്താലും അവർ സിനിമയിലും പാടുന്നുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടും പാടുന്നുണ്ട്. ഗോവിന്ദനെ എടുത്താൽ അദ്ദേഹം തൈക്കുളത്തിൻ്റെ കൂടെ പാടുന്നുണ്ട്. ലൈൻസ് ഒക്കെ ഷ്രിങ്കായി. പഴയ സിനിമാക്കാരൻ, ഇൻഡിപെൻഡന്റ് ബാൻഡുകാരൻ, അതായിരുന്നു ഞങ്ങളുടെ കാലം. അവര് സിനിമാക്കാര്, നിങ്ങൾ ഗാനമേളക്കാര്, പിന്നെ ബാൻഡുകാർ. അതിനിടയ്ക്ക് ഗാനമേളക്കാർ വേറെ, ബാൻഡുകാർ വേറെ എന്നുള്ള വേറൊരു കാലം കൊണ്ടുണ്ടായിരുന്നു. ഗാനമേളയല്ല ബാൻഡ്, ബാൻഡ് അല്ല ഗാനമേള, ഗാനമേള എന്തോ ഒരു കുറഞ്ഞ സംഭവമാണ്, ബാൻഡ് എന്തോ ഒരു കൂടിയ സംഭവമാണ്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് 2024 നമ്മൾ പറയുമ്പോൾ ജസ്റ്റ് മ്യൂസീഷ്യൻസ്, മ്യൂസിക് എവിടെ വേണമെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ജനാധിപത്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ആർക്കും ഒരു ഹോം സ്റ്റുഡിയോയിലിരുന്ന് ഒരു പാട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പ്രസൻറ്റ് ചെയ്ത് 1 മില്യൺ തൊട്ട് 10 മില്യൺ 100 മില്യൺ വ്യൂ വരെ ഉണ്ടാക്കുന്ന ആരുടെയും ഒത്താശ വേണ്ട, ആരുടെയും കാല് പിടിക്കണ്ട. നല്ല മെറ്റീരിയലും നല്ല കണ്ടൻറ്റും ഒരു ചെറിയ ഐഫോൺ ക്യാമറയും ഒരു ചെറിയ റിംഗ് ലൈറ്റും ഉണ്ടെങ്കിലും നല്ല ആർട്ട് ഉണ്ടെങ്കിൽ ഇന്ന് ഒരാൾക്കും നിങ്ങളെ തടയാൻ പറ്റില്ല. പണ്ടത്തെ പോലെ ആരെങ്കിലും സഹായിക്കണം, ഗോഡ് ഫാദർ വേണം, കയറ്റി വിടണം, അതിനകത്ത് പൊളിറ്റിക്സ്. ഇന്ന് ഒരു യങ് ആർട്ടിസ്റ്റിനെ ആർക്കാണ് തടയാൻ പറ്റുക? ആർക്കും അവരുടെ വഴിയിൽ പോലും നിൽക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ തന്നെത്താനെ കയറി വന്നതാണ്. ആരും അവരെ കൈപിടിച്ച് ഉയർത്തിയോ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടോ ഒന്നും വന്നവരല്ല. ഞങ്ങൾക്കൊക്കെ ഒരുപാട് സഹായിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴുള്ളവർക്ക് അവർക്കതിൻ്റെ ആവശ്യമില്ല. ദേ ആർ കോൺഫിഡൻറ്റ് അബൌട്ട് ദെയർ ആർട്ട്, ദേ ആർ ക്രിയേറ്റിംഗ് പവർഫുൾ ആർട്ട്. പൊളിറ്റിക്സ് പറയാൻ ഭയമില്ല, ആക്റ്റീവായിട്ട് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പേടിയില്ല, അല്ലെങ്കിൽ ഒരു പുതിയ മ്യൂസിക് സ്റ്റൈൽ അവതരിപ്പിക്കാൻ യാതൊരു ചമ്മലോ മടിയോ ഇല്ല. ഒന്നുമില്ലാത്തൊരു ഉഗ്രൻ ജനറേഷനല്ലേ ഇപ്പോൾ ഉള്ളത്. നമുക്കത് കണ്ട് പാർഷ്യലി അസൂയപ്പെടാം, പാർഷ്യലി സൈഡിൽ മാറി നിന്ന് കൈയടിക്കാം. ഇതെല്ലാം രണ്ടുമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ മാറി നിന്ന് കൈയടിക്കുന്നു, അതേപോലെ ഒരു ചെറിയ അസൂയയോടെ കാണുന്നു. ജനിച്ചത് കുറച്ച് വൈകിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സാഹചര്യം നമുക്ക് കിട്ടിയില്ല. പക്ഷെ ഉടൻ തന്നെ നമ്മൾ പറയും ഇവരുടെ കൂടെ ഒന്നും മത്സരിച്ച് മുട്ടി എവിടെ എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് നേരത്തെ ജനിച്ചത് നന്നായി എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്.